തങ്ങളുടെ രണ്ടാം കിരീടം ലക്ഷ്യമിട്ടാണ് ബംഗളൂരു മൂന്നാം തവണയും ഫൈനൽ അംഗത്തിനിറങ്ങുന്നത്. സെമിയിൽ നാടകീയ പോരാട്ടത്തിനൊടുവിൽ മുംബൈ സിറ്റി FC പെനാൽറ്റി ഷൂട്ടൌട്ടും കടന്ന് സഡൻ ഡെത്തിൽ പരാജയപ്പെടുത്തിയാണ് ബംഗളൂരു FC ഫൈനലിൽ പ്രവേശിച്ചത്. അവസാന 11 മത്സരങ്ങളും ജയിച്ച് സെമിയിൽ ലീഗിലെ ഷീൽഡ് ജേതാക്കളായ മുംബൈയെ തോൽപ്പിച്ചതിന്റെ ആത്മവിശ്വാസവുമായാണ് ബംഗളൂരു ഇന്ന് ഫത്തോർഡ സ്റ്റേഡിയത്തിൽ ഇറങ്ങുക. റോയ് കൃഷ്ണ, യാവി ഹെർണാണ്ടസ്, സുനിൽ ഛേത്രി എന്നിവരുടെ പ്രകടനത്തിലാണ് ടീമിന്റെ പ്രതീക്ഷകൾ. കളിക്കാർക്ക് കാര്യമായ പരിക്കുകളൊന്നുമില്ല എന്നതും ടീമിന് ആശ്വാസം പകരുന്നതാണ്. സെമിയിലെ രണ്ടാം പാദ മത്സരത്തിൽ പെനാൽറ്റി ഷൂട്ടൌട്ടും കടന്ന് സഡൻ ഡെത്തിലേക്ക് നീണ്ട മത്സരത്തിൽ 9-8 ബംഗളൂരുവിന്റെ വിജയം. അഗ്രഗേറ്റ് സ്കോർ 2-2 എക്സ്ട്രാ ടൈമിലും സമനില തുടർന്നതോടെ മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്കും അവിടുന്ന് സഡൻ ഡെത്തിലേക്കും നീളുകയായിരുന്നു. ലീഗിൽ 27 ഗോളുകൾ നേടിയ ബംഗളൂരു 23 ഗോളുകൾ വഴങ്ങുകയും ചെയ്തിട്ടുണ്ട്. 6 ഗോളുകൾ വീതം നേടിയ ജാവി ഹെർണാണ്ടസും ശിവശക്തി നാരായണനുമാണ് ലീഗ് ഘട്ടത്തിൽ ബംഗളൂരുവിന്റെ ടോപ്പ് സ്കോറർമാർ. നോക്കൌട്ടിലും സെമി ഫൈനലിലും 3 ഗോളുകൾ കൂടി നേടിയ ടീം 2 ഗോളുകൾ വഴങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഈ സീസണിൽ ഇരു ടീമുകളും 2 തവണ ഏറ്റുമുട്ടിയപ്പോൾ ഇരുവരും ഓരോ ജയം സ്വന്തമാക്കി. ISL-ൽ ഇതുവരെ ഇരു ടീമുകളും നേർക്കുനേർ ഏറ്റുമുട്ടിയത് 6 തവണ. ഇതിൽ ജയം 4 തവണയും. ജയം ATKയുടെ ഒപ്പമായിരുന്നു. ഒരു തവണ മാത്രമാണ് ബംഗളൂരു FCക്ക് ജയിക്കാൻ സാധിച്ചത്. ഒരു മത്സരം സമനിലയിൽ പിരിയുകയും ചെയ്തു. സ്പോർട്സ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.